നമസ്കാരം. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കാത്തവരില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്. പരീക്ഷയൊന്നുമില്ല, അഭിമുഖം മാത്രമാണ്. ബാപ്പുജി സേവക് സമാജത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ICAR കൃഷി വിജ്ഞാന കേന്ദ്രം ഇടുക്കി അസിസ്റ്റന്റ് ഡ്രൈവർ, സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് നിയമനത്തിന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ പിന്തുണയ്ക്കും വൈദഗ്ധ്യത്തിനുമായി ആകെ 3 ഒഴിവുകളാണ് ഈ റിക്രൂട്ട്മെന്റിലൂടെ നികത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിച്ച പേ ലെവലുകൾ പ്രകാരം പ്രതിമാസം 18,000 രൂപ മുതൽ 35,400 രൂപ വരെയാണ് ശമ്പളം. അസിസ്റ്റന്റ് തസ്തികയ്ക്ക് പേ ലെവൽ 6 ആണ്, 35,400 രൂപ. ഡ്രൈവർ തസ്തികയ്ക്ക് പേ ലെവൽ 3, 21,700 രൂപ. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയ്ക്ക് പേ ലെവൽ 1, 18,000 രൂപ എന്നിങ്ങനെയാണ് ഓരോ പ്രതിമാസ വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയിലേക്കും ഓരോ ഒഴിവ് വീതം ലഭ്യമാണ്. എംപ്ലോയ്മെന്റ് ന്യൂസിൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കണം. 2026 ഏപ്രിൽ 4 മുതൽ 10 വരെയാണ് എംപ്ലോയ്മെന്റ് ന്യൂസിൽ റിക്രൂട്ട്മെന്റ് പരസ്യം പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് മെയ് 4-നുള്ളിലാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ കൃത്യസമയത്ത് ലഭിക്കാനായി ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് മുൻപായി തപാൽ വഴിയാണ് അയക്കേണ്ടത്. ഇപ്പോൾ മെയ് 4 വരെ കാത്തിരുന്നാൽ പറ്റില്ല. ഓരോ തസ്തികയ്ക്കും വ്യത്യസ്ത യോഗ്യതാ മാനദണ്ഡങ്ങളാണുള്ളത്. അസിസ്റ്റന്റ് തസ്തികയ്ക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം നിർബന്ധമാണ്. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഡ്രൈവർ തസ്തികയ്ക്ക് 10ാം ക്ലാസ് വിജയവും സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും നിർബന്ധമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡ്രൈവിംഗിലുള്ള പ്രായോഗിക വൈദഗ്ധ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ ഉണ്ടാകും. ITIയിൽ നിന്നുള്ള 1 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റോ അംഗീകൃത സ്ഥാപനത്തിലെ ഡ്രൈവിംഗ് പരിചയമോ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക് ജോലികളിലെ പ്രവൃത്തി പരിചയമോ അഭികാമ്യമാണ്. അസിസ്റ്റന്റ് തസ്തികയ്ക്ക് 20 മുതൽ 30 വയസ്സ് വരെ അപേക്ഷിക്കാം. ഡ്രൈവർ തസ്തികയ്ക്ക് 18 മുതൽ 27 വയസ്സ്. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയ്ക്ക് 18 മുതൽ 25 വയസ്സ് എന്നിങ്ങനെയാണ് പ്രായപരിധി. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് SC, ST, OBC, PWD വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 500 രൂപ. ഇത് ദേശീയ ബാങ്കിൽ നിന്ന് ചെയർപേഴ്സൺ ബാപ്പുജി സേവക് സമാജ് എന്ന പേരിൽ എടുത്ത ഡിമാൻഡ് ഡ്രാഫ്റ്റായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജാക്കാട്ട് ശാഖയിൽ മാറാവുന്ന തരത്തിൽ സമർപ്പിക്കണം. SC, ST വിഭാഗക്കാർക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് പൂർണ്ണമായ ഇളവുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. ഈ സ്ക്രീനിങ്ങിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ മാത്രമേ അഭിമുഖത്തിനായി ക്ഷണിക്കുള്ളൂ. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് യാത്രാഭത്തയോ ദിവസഭത്തയോ നൽകുന്നതല്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് www.kvkidukki.org സന്ദർശിച്ച് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാം. ശേഷം ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് ഏറ്റവും പുതിയതും സ്വയം സാക്ഷ്യപ്പെടുത്തിയതുമായ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇവയെല്ലാം തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ അപേക്ഷാ ഫോമിനോടൊപ്പം വയ്ക്കണം. അപേക്ഷാ ഫീസ് ബാധകമായവർ ഡിമാൻഡ് ഡ്രാഫ്റ്റും ചേർക്കേണ്ടതാണ്. ഈ രേഖകളെല്ലാം ചേർത്ത ശേഷം അപേക്ഷ അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്നെഴുതിയിട്ട് നേരത്തെ പറഞ്ഞ 3 പോസ്റ്റിൽ ഏതിനേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ പേരെഴുതണം. എന്നിട്ട് കവറിന് പുറത്ത് രേഖപ്പെടുത്തി ഈ ജോലി ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് ആ ജോലി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇന്ന ജോലി എന്ന് എഴുതിയിട്ട് വേണം അയക്കാൻ. പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും ആവശ്യമായ ഫീസ് സഹിതം ഇനി പറയുന്ന വിലാസത്തിലേക്ക് അവസാന തീയതിക്ക് മുൻപായി എത്തത്തക്ക വിധം അയക്കേണ്ടതാണ്. വിലാസം: ദ ചെയർപേഴ്സൺ, ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര, ബാപ്പുജി സേവക് സമാജ്, പെത്തോട്ടി പോസ്റ്റ്, ശാന്തപ്പാറ, ഇടുക്കി ഡിസ്ട്രിക്റ്റ് 685619. അഡ്രസ്സ് ഒന്നുകൂടി പറയുന്നുണ്ട്. ദ ചെയർപേഴ്സൺ, ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര, ബാപ്പുജി സേവക് സമാജ്, പെത്തോട്ടി പോസ്റ്റ്, ശാന്തൻപാറ, ഇടുക്കി ഡിസ്ട്രിക്റ്റ് 685619 കേരള. നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഏപ്രിൽ 4-ന് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.